മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം. 100 ന്യൂസ് തുടങ്ങുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ലഖിംപൂർ കർഷക കൊലയിൽ ഉത്തർപ്രദേശ് സർക്കാരിനോട് തൽസ്ഥിതി റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. എത്ര പേർക്കെതിരെ കേസെടുത്തെന്നും ആരൊക്കെ അറസ്റ്റിലായെന്നും കോടതി. പൊതുതാത്പര്യ ഹർജി നാളെ പരിഗണിക്കും. കേന്ദ്രമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്രയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു UP പോലീസ്. നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം. കേസിൽ UP സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചു. കർഷകരെ പിന്തുണച്ച് BJP MP വരുൺ ഗാന്ധി. ഹരിയാനയിലും കർഷകർക്ക് നേരെ വധശ്രമം. BJP കുരുക്ഷേത്ര MP നയാബ് സേനിയുടെ വാഹനം കർഷക പ്രതിഷേധക്കാർക്ക് നേരെ കയറ്റിയെന്ന് പരാതി. ഒരു കർഷകന് പരുക്ക്. നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്ന് കർഷകർ. സ്കൂളുകളിൽ ശനിയാഴ്ച ഉൾപ്പെടെ 6 ദിവസം ക്ലാസുകൾ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉച്ചഭക്ഷണം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ആശങ്ക ഒഴിയാതെ +1 വിദ്യാർത്ഥികൾ. എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചവർക്ക് ഇഷ്ട വിഷയങ്ങളിൽ തന്നെ സീറ്റ് ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ്. ശബരിമലയിൽ മണ്ഡലകാലത്ത് കൂടുതൽ ഇളവുകൾ. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 25,000 പേർക്ക് ദർശനത്തിന് അനുമതി. പമ്പാ സ്നാനത്തിന് വിലക്കില്ല. വാഹനങ്ങൾ നിലയ്ക്കൽ വരെ മാത്രം. വാക്സിൻ RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധം. സംസ്ഥാനത്ത് ഇന്ന് 12,288 പുതിയ കോവിഡ് കേസുകളും 141 മരണവും. 15,808 പേർക്ക് രോഗമുക്തി. TPR 12.37%. രാജ്യത്ത് 22,431 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ 318 മരണം. 24,602 പേർക്ക് രോഗമുക്തി. സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ 93.94 കോടി ഡോസ് വാക്സിൻ നൽകിയെന്ന് കേന്ദ്രം. വിദേശ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനാനുമതി നൽകി രാജ്യം. ഈ മാസം 15 മുതൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്ന വിദേശികൾക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കും. നവംബർ 15 മുതൽ എല്ലാവർക്കും ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ശോഭാ സുരേന്ദ്രനെയും അൽഫോൺസ് കണ്ണന്താനത്തെയും ഒഴിവാക്കി BJP ദേശീയ നിർവാഹക സമിതി പുനഃസംഘടിപ്പിച്ചു. കുമ്മനം രാജശേഖരനും V മുരളീധരനും സമിതിയിൽ. PK കൃഷ്ണദാസും E ശ്രീധരനും പ്രത്യേക ക്ഷണിതാക്കൾ. ശോഭാ സുരേന്ദ്രനെ മാറ്റിയതിനെക്കുറിച്ച് JP നദ്ദയോട് ചോദിക്കണമെന്ന് V മുരളീധരൻ. വയനാട് BJPയിൽ കൂട്ടരാജി. ആഡംബര ഹോട്ടലിലെ ലഹരിപ്പാട്ട് കേസിൽ ആര്യൻ ഖാനെ കസ്റ്റഡിയിൽ വേണമെന്ന NCBയുടെ ആവശ്യം തള്ളി. ആര്യൻ ഖാനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ആര്യൻ ഖാന്റെ ഇടക്കാല ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ PAയുടെ വീട്ടിൽ ഇൻകം ടാക്സ് പരിശോധന. PA ഉമേഷിന്റെ വീട്ടിൽ നിന്ന് രേഖകൾ പിടികൂടി. ജലസേചന കരാർ നൽകാൻ കൈക്കൂലി വാങ്ങി സ്വത്ത് സമ്പാദിച്ചുവെന്ന് ഇൻകം ടാക്സ്. ഉമേഷിൽ നിന്ന് ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തെന്നും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ. സംസ്ഥാനത്ത് ട്രേഡ് യൂണിയൻ തീവ്രവാദമെന്ന് ഹൈക്കോടതി. നോക്കുകൂലി എന്ന വാക്കിനി കേൾക്കരുതെന്ന് കോടതിയുടെ താക്കീത്. കൊടിയുടെ നിറം നോക്കാതെ നടപടിയെടുക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഇരുചക്ര വാഹനങ്ങളിൽ കുട ചൂടിയുള്ള യാത്ര നിരോധിച്ചു. ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കി. നിയമം കർശനമാക്കിയത് അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ്. ടാൻസാനിയൻ എഴുത്തുകാരൻ അബ്ദുൾ റസാഖ് ഗുർണയ്ക്ക് സാഹിത്യ നൊബേൽ അംഗീകാരം. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് പാരഡൈസ് ബൈ ദി സീ എന്നിവ പ്രധാന കൃതികൾ. സാഹിത്യലോകത്തിന് സംഭാവന ചെയ്തത് 10 നോവലുകളും നിരവധി ചെറുകഥകളും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ 51,031 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. തൃശൂരിൽ നിന്നുള്ള ഫൈസ് ഹാഷിമിന് 1ാം റാങ്ക്. ഫാർമസിയിൽ 48,556 പേർക്ക് യോഗ്യത. അബ്ദുൽ നാസറിന് 1ാം റാങ്ക്. ആദ്യ അലോട്ട്മെന്റ് 11ാം തീയതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിന്റെ ആദ്യ റാങ്ക് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. രാവിലെ 11 മണിക്ക് PSC ചെയർമാൻ MK സക്കീർ വാർത്താ സമ്മേളനത്തിൽ പട്ടിക പുറത്തിറക്കും. അഭിമുഖത്തിന് യോഗ്യത നേടിയത് 852 പേർ. റാങ്ക് ലിസ്റ്റ് മെയിൻ പരീക്ഷയുടെ 300 മാർക്കും അഭിമുഖത്തിന്റെ 50 മാർക്കും ചേർത്ത്. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണം. 2 അധ്യാപകർ കൊല്ലപ്പെട്ടു. വെടിവയ്പുണ്ടായത് ശ്രീനഗറിലെ ഗവൺമെന്റ് സ്കൂളിന് നേരെ. 48 മണിക്കൂറിനിടെ കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5ആയി. പിന്നിൽ പാക് ഏജൻസികളെന്ന് ജമ്മു DGP. സാംബ സെക്ടറിൽ സുരക്ഷാസേന സ്ഫോടക വസ്തുക്കൾ പിടികൂടി. മലയാളി വിദ്യാർത്ഥികൾക്കെതിരെ വിവാദ പരാമർശവുമായി ഡൽഹി സർവകലാശാല പ്രൊഫസർ. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഡൽഹി കോളേജുകളിലെ പ്രവേശനം മാർക്ക് ജിഹാദ് എന്ന ആരോപണം. വിദ്യാർത്ഥികൾക്ക് 100% മാർക്ക് നൽകാൻ ആസൂത്രിത ഗൂഢാലോചന. അധ്യാപകൻ മാപ്പ് പറയണമെന്ന് SFI. പരിസ്ഥിതി വിഷയങ്ങളിൽ ഹരിത ട്രൈബ്യൂണലുകൾക്ക് സ്വമേധയാ കേസെടുക്കാമെന്ന് സുപ്രീംകോടതി. ട്രൈബ്യൂണലിന്റെ അധികാരം വിപുലമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് തള്ളി കോടതി. പരാമർശം കേരളത്തിലെ ക്വാറി ഉടമകൾ സമർപ്പിച്ച ഹർജിയിൽ. സുപ്രധാന വിധി ജസ്റ്റിസ് AN ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കാസർഗോഡ് ചെറുവത്തൂരിൽ 7 വയസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചു. മരിച്ചത് ആലന്തട്ട സ്വദേശി MK ആനന്ദ്. തെരുവുനായുടെ കടിയേറ്റത് കഴിഞ്ഞ മാസം 13-ന്. പേവിഷബാധയ്ക്കുള്ള 2 കുത്തിവയ്പ്പുകൾ എടുത്തിരുന്നുവെന്ന് ബന്ധുക്കൾ.
സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോൻസൺ മാവുങ്കലുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 20 വരെ നീട്ടി. എറണാകുളം ACJM കോടതിയുടേതാണ് നടപടി. മോൻസൺ മാവുങ്കലുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മോൻസൺ മാവുങ്കലിനെതിരെ പരാതി നൽകിയവർ DGPക്കും പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ അന്വേഷണത്തിൽ കൂടുതൽ സമയം തേടി ED. സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്ന് വിശദീകരണം. 2 ആഴ്ച സമയം നൽകണമെന്ന ആവശ്യം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കാളികാവ് പേവുന്തറ കല്ലിടുമ്പൻ അനീസ് പിടിയിലായത് ഗോവയിലെ ഒളി സങ്കേതത്തിൽ നിന്ന്. കൊണ്ടോട്ടി ഡിവൈഎസ്പി അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാക്കനാട് ലഹരിക്കടത്ത് കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് എക്സൈസ്. നീക്കം ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണി സുസ്മിത ഫിലിപ്പിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. പ്രതി സുസ്മിത ഫിലിപ്പിനെ ഈ മാസം 13 വരെ എറണാകുളം ജില്ലാ കോടതി റിമാൻഡ് ചെയ്തു. കൊല്ലം തെന്മലയിലെ പോലീസ് മർദ്ദനത്തിൽ CIക്ക് സസ്പെൻഷൻ. തെന്മല CI വിശ്വംഭരനെ സസ്പെൻഡ് ചെയ്തത് പരാതിയുടെ രസീത് ചോദിച്ചയാളെ കരണത്തടിച്ച സംഭവത്തിൽ. നടപടി ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകി സർക്കാർ ഉത്തരവ്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജനൻ ഖോബ്രഗഡേക്ക് ആയുഷ് വകുപ്പിന്റെ ചുമതല. രാജേഷ് കുമാർ സിംഗിന് നികുതി വകുപ്പിന്റെ അധിക ചുമതല. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് കായിക യുവജന വകുപ്പിന്റെ അധിക ചുമതലയും നൽകി. ബെബ്കോ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം നീട്ടി. രാവിലെ 10 മണി മുതൽ രാത്രി 9 വരെയാണ് പുതിയ പ്രവർത്തന സമയം. കൂടുതൽ ഇളവുകൾ അനുവദിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ചെറിയാൻ ഫിലിപ്പിന് പുതിയ നിയമനം. പുതിയ ഖാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിച്ച സർക്കാർ ഉത്തരവിറക്കി. ശോഭന ജോർജ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളും വില. സവാളയ്ക്കും തക്കാളിക്കും വില ഇരട്ടിയായി. സർക്കാർ ഇടപെടണമെന്ന് കച്ചവടക്കാർ. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയും വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് പെട്രോൾ വില ലിറ്ററിന് 105 രൂപ കടന്നു. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദാലത്ത് നടത്തുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. നികുതി കുടിശ്ശിക നൽകാനുള്ളവരുടെ വിവരങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കും. നികുതി തട്ടിപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക കൗൺസിൽ യോഗത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പഞ്ചായത്ത് തലത്തിൽ പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഒരുങ്ങി UDF. സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. നവംബർ 10 മുൻപ് കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് UDF കൺവീനർ MM ഹസൻ. തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കുമെന്നും UDF സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ച UDF പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും MM ഹസൻ. സംസ്ഥാനത്ത് ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. നാളെയും മറ്റന്നാളും തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട്. സിവിൽ സർവീസ് പരീക്ഷയുള്ളതിനാൽ ഞായറാഴ്ച കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് KSRTC. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വിപുലമായ സൗകര്യം ഒരുക്കും. പരീക്ഷാ കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സർവീസ് നടത്തുമെന്ന് KSRTC. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സഹോദരിമാരുടെ വസതികളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ്. പൂനെയിലും കോലാപൂരിലുമാണ് പരിശോധന. റെയ്ഡിന് പിന്നിൽ തരം താഴ്ന്ന രാഷ്ട്രീയമെന്ന് അജിത് പവാർ. ലഖിംപൂർ ഖേരി സംഭവത്തിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് NCP. കോവിഡ് പ്രോട്ടോകോൾ 6 മാസത്തേക്ക് കൂടി നീട്ടി ഇന്ത്യൻ റെയിൽവേ. മാസ്ക് ധരിക്കാതെ യാത്ര ചെയ്താൽ പിഴ. ട്രെയിനിലും സ്റ്റേഷൻ പരിസരത്ത് മാസ്ക് ഇല്ലെങ്കിൽ 500 രൂപ ഈടാക്കും. മുഴുവൻ ദിവസവും ക്ഷേത്രങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക സമരം. ക്ഷേത്രങ്ങൾ അടച്ചിട്ട് DMK സിദ്ധാന്തങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുവെന്ന് വിമർശനം. ചെന്നൈ, പാരീസിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. പൂനെയിൽ മലയാളി യുവതി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ. കൊട്ടാരക്കര വാളകം സ്വദേശി പ്രീതി അഖിലിനെയാണ് ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂനെ ബൂസൂരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ബീഹാറിൽ സാമ്പത്തിക തട്ടിപ്പിൽ ബിപിൻ കുമാറിനെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 500 കോടി രൂപയുടെ ശ്രീജൻ സാമ്പത്തിക തട്ടിപ്പിലാണ് അറസ്റ്റ്. ജമ്മുകശ്മീരിൽ ആയുധശേഖരം പിടിച്ചെടുത്ത BSF 4 പിസ്റ്റളുകളും 232 വെടിയുണ്ടകളും കണ്ടെടുത്തു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി സുരക്ഷാ സേന. ലഹരിമരുന്ന് കേസിൽ ആര്യൻ ഖാൻ അറസ്റ്റിലായ സംഭവത്തിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിമർശനം. അറസ്റ്റ് മഹാരാഷ്ട്ര സർക്കാരിനെയും സിനിമാ മേഖലയെയും താറടിച്ചു കാണിക്കാനുള്ള ശ്രമമെന്ന് മന്ത്രി നവാബ് മാലിക്. റിയ ചക്രബോർത്തിക്കെതിരായ കേസും സമാനമായ രീതിയിൽ കെട്ടിച്ചമച്ചതാണെന്നും സത്യം പുറത്തുവരുമെന്നും മന്ത്രി. ലാസൻ ആൻഡ് ട്യൂബ്രോ കമ്പനിക്ക് മേൽ പിഴ ചുമത്തിയതായി ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ്. അന്തരീക്ഷത്തിലെ പൊടിപടലം നിയന്ത്രിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. പ്രഗതി മൈതാന സമീപം നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ നിയമലംഘനത്തിലാണ് നടപടി.
ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി 4000 പ്രത്യേക സർവീസുകൾ കൂടി ആരംഭിക്കാൻ ഒരുങ്ങി ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. 1800 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത് ദസറയ്ക്ക് ശേഷം 2200 ഉയർത്തുമെന്നും APSRTC. അന്താരാഷ്ട്ര വാർത്തകൾ. താലിബാനെ അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് ക്ഷണിച്ച് റഷ്യ. ഈ മാസം 20 മോസ്കോയിൽ വെച്ച് താലിബാൻ റഷ്യ ചർച്ച നടക്കും. 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് അടിയന്തരാനുമതി തേടി ഫൈസർ വാക്സിൻ നിർമ്മാതാക്കൾ. കുട്ടികളിലെ കോവിഡ് ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനത്തോത് ഉയരുന്ന സാഹചര്യത്തിലാണ് നീക്കമെന്ന് കമ്പനി അധികൃതർ. തായ്വൻ, ഹോങ്കോങ്, സിൻജിയാങ് മേഖലകളിൽ അമേരിക്കയുടെ ഇടപെടൽ നിർത്തണമെന്ന് ചൈന. സൂറച്ചിൽ നടന്ന അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ചൈനയുടെ മുന്നറിയിപ്പ്. മൊഡേണ വാക്സിൻ യുവാക്കൾക്കിടയിൽ ഉപയോഗിക്കുന്നത് താത്കാലികമായി നിർത്തി ഫിൻലൻഡ്. തീരുമാനം ഹൃദയ സംബന്ധമായ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സ്വീഡനും ഡെൻമാർക്കും മൊഡേണ വാക്സിൻ ഉപയോഗം പരിമിതപ്പെടുത്തിയിരുന്നു. വെർച്വൽ കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഈ വർഷം അവസാനത്തോടെയാകും കൂടിക്കാഴ്ച നടക്കുക. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിന് ശേഷമാകും ബൈഡൻ ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. പെറു പ്രധാനമന്ത്രി ഗൈഡോ ബെലിഡോയുടെ രാജി പ്രസിഡന്റ് പെഡ്രോ കാസ്റ്റീലോ സ്വീകരിച്ചു. ഈ വർഷം ജൂലൈ 29-നാണ് പ്രധാനമന്ത്രിയായി ഗൈഡോ ബെലിഡോ അധികാരത്തിലെത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ അന്താരാഷ്ട്ര ചരക്ക് സർവീസ് അടുത്തയാഴ്ച പുനരാരംഭിക്കും. കാബൂൾ വിമാനത്താവളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അഫ്ഗാൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അറിയിച്ചു. പാകിസ്ഥാനിൽ നിന്ന് രാജ്യത്തേക്ക് വരുന്നവർക്ക് ക്വാറന്റീൻ നിർബന്ധമാക്കി ബ്രിട്ടൻ. നടപടി പാകിസ്ഥാനിൽ കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഇല്ല. അഫ്ഗാനിലെ ഖോസ്ത് മേഖലയിൽ സ്കൂളിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരുക്ക്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത IS. സ്പോർട്സ് ന്യൂസ്. യുവേഫ നേഷൻസ് ലീഗിൽ സ്പെയിൻ ഫൈനലിൽ. ഇറ്റലിക്കെതിരായി ജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. ഇന്ന് നടക്കുന്ന 2ാം സെമിയിൽ ഫ്രാൻസ് ബെൽജിയത്തെ നേരിടും. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും കളത്തിൽ. അർജന്റീന പാരഗ്വായെയും ബ്രസീൽ വെനിസ്വേലയെയും നേരിടും. യുറുഗ്വായ്ക്കും ഫ്രാൻസിനും മത്സരം. മാനസിക സമ്മർദ്ദം മൂലം ക്രിക്കറ്റിൽ നിന്ന് ഇടവേളയെടുത്ത ഇംഗ്ലണ്ട് താരം ബെൻ സ്റ്റോക്സ് ആഷസ് പരമ്പരയിൽ പങ്കെടുത്തേക്കില്ല. വിരലിന് വീണ്ടും ശസ്ത്രക്രിയ ആവശ്യമെന്ന് സൂചന. IPL-നിടെ പരുക്കേറ്റതിനെ തുടർന്നാണ് ബെൻ സ്റ്റോക്സ് ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്നത്. IPL-ൽ ചെന്നൈക്കെതിരെ പഞ്ചാബിന് അനായാസ ജയം. ചെന്നൈ ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നത് 7 ഓവർ ബാക്കി നിൽക്കെ 98 റൺസ് നേടിയ KL രാഹുൽ വിജയശില്പി. 5 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വനിതാ ഫുട്ബോൾ ലീഗ് നടത്താൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ. മത്സരം സംഘടിപ്പിക്കുക ഈ വർഷം അവസാനം. 10-ലധികം ടീമുകളെ വെച്ച് മത്സരം നടത്താൻ ആലോചന. ജില്ലാ വാർത്തകൾ. പ്രഥമ T. പീറ്റർ സ്മാരക പുരസ്കാരം മുൻ MLA V. ദിനകരന്. മത്സ്യമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. നാളെ ഉച്ചയ്ക്ക് 12-ന് നിയമസഭാ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ MB രാജേഷ് പുരസ്കാരം കൈമാറും. നാഷണൽ ഫിഷറീസ് ഫോറം സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളി നേതാവുമായിരുന്നു T. പീറ്റർ. തിരുവനന്തപുരം ജില്ലാ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ ട്രയൽസിന് അപേക്ഷ ക്ഷണിച്ചു. 31-12-2002 മുൻപ് ജനിച്ചിട്ടുള്ള താരങ്ങൾക്ക് പങ്കെടുക്കാം. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASIയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നടപടി. നെടുമങ്ങാട് CI രാജേഷിനെ സസ്പെൻഡ് ചെയ്തു. നിരോധിത സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. ട്രാഫിക് ASI ജവഹറാണ് പരാതിക്കാരൻ. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തിരുവനന്തപുരം കന്യാകുളങ്ങര സിയോൻ കുന്നിലാണ് സംഭവം. പെരുങ്കൂർ അനിൽകുമാറിന്റെ ഭാര്യ ഷിബിക്കാണ് വെട്ടേറ്റത്. വീട്ടിനുള്ളിൽ ഷിബിയുമായി വഴക്കിട്ട അനിൽകുമാർ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിപ്പരുക്കേൽപ്പിക്കുകയായിരുന്നു. തീരസുരക്ഷ മുൻനിർത്തി വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം CCTV ക്യാമറകളുടെ നിരീക്ഷണ വലയത്തിലേക്ക്. ഫിഷറീസ് വകുപ്പ് കെൽട്രോൺ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രാഥമിക ഘട്ട ജോലി തുടങ്ങി. നിശ്ചിത സ്ഥലങ്ങളിലായി സ്ഥാപിക്കുന്നത് 20 ക്യാമറകൾ. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം ഉടൻ തുറക്കില്ല. മഴയിൽ മണ്ണിടിച്ചിലും കോവിഡ് വ്യാപന നിരക്കിൽ കുറവും രേഖപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ മാസം 23 മുതൽ പൊന്മുടി അടഞ്ഞുകിടക്കുകയാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ കോട്ടവാസൽ റൂട്ടിലെ കൊക്കകൾക്ക് സമീപം സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പശ്ചിമഘട്ട മേഖലയിലെ വലിയ വളവുകൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പരാതി. സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് മൂലം കഴിഞ്ഞ 10 വർഷത്തിനിടെ അപകടത്തിൽപ്പെട്ടത് നിരവധി വാഹനങ്ങൾ. കൊല്ലം ഓച്ചിറയിൽ ആഹാരം തൊണ്ടയിൽ കുടുങ്ങി 45-കാരൻ മരിച്ചു.
വരവിള മൂർത്തിയെടുത്ത് തെക്കതിൽ ഹരീഷാണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. ICDS 46-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ തുടങ്ങി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന പഞ്ചായത്ത് തല പ്രദർശനം ആരംഭിച്ചത് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ. പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. അമൃത. പത്തനംതിട്ട ജില്ലയിൽ 643 പേർക്ക് കൂടി കോവിഡ്, 641 പേർക്ക് സമ്പർക്ക രോഗബാധ, 498 പേർക്ക് രോഗമുക്തി. പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ സ്കൂൾ കുട്ടികൾക്ക് ബോധവത്കരണ പരിപാടി. പ്രകൃതിയും 2021 ജില്ലാതല ഉദ്ഘാടനം ആന്റണി MP നിർവഹിച്ചു. പ്രകൃതിയെയും ആവാസ വ്യവസ്ഥാ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുന്നതിനായാണ് പരിപാടി. ആലപ്പുഴ കുട്ടനാട് രാമങ്കരിയിൽ യുവാവിനെ കൊന്ന് പാടത്ത് തള്ളിയ കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കോട്ടയം വാഴപ്പള്ളി സ്വദേശി അനീഷ്, പറാൽ സ്വദേശി സദാനന്ദൻ എന്നിവർക്കാണ് ശിക്ഷ. തിരുവനന്തപുരം ആനാവൂർ സ്വദേശി സതീഷ് കൊല്ലപ്പെട്ട കേസിലാണ് വിധി. 2008 ജൂലൈ 20 സംഭവം. കോട്ടയം ജില്ലയിൽ 735 പേർക്ക് കൂടി കോവിഡ്, 1011 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത് 4210 പേർ. ഗൂണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് കോട്ടയം കങ്ങഴയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. പത്തനാട് സ്വദേശി മഹേഷ് തമ്പാനാണ് മരിച്ചത്. പ്രതികളായ കടയിനിക്കാട് സ്വദേശി ജയേഷ്, കുമരകം സ്വദേശി സച്ചു ചന്ദ്രൻ എന്നിവർ മണിമല പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കട്ടപ്പന കോടതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി പീഡന കേസിലെ പ്രതി പരുക്കേറ്റ ശാന്തൻപാറ സ്വദേശി രാജേന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിൽ വിസ്താരത്തിനെത്തിയപ്പോഴാണ് പ്രതി താഴേക്ക് ചാടിയത്. എറണാകുളത്ത് 10 രൂപയ്ക്ക് ഊണ് ലഭ്യമാക്കുന്ന സമൃദ്ധി കൊച്ചി ജനകീയ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങി. നോർത്ത് പരമാര റോഡിൽ ആരംഭിച്ച കേന്ദ്രീകൃത അടുക്കളയുടെയും ഹോട്ടലിന്റെയും ഉദ്ഘാടനം മഞ്ജു വാര്യർ നിർവഹിച്ചു. വിജയകരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രി വിടുന്ന വിനോദ് ജോസഫിന് യാത്രയയപ്പ് നൽകി എറണാകുളം രാജഗിരി ആശുപത്രി അധികൃതർ. കോട്ടയം വടവാതൂർ സ്വദേശി നേവിസിന്റെ കരളാണ് ജോസഫ് സ്വീകരിച്ചത്. ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ഫാദർ ജോയ് കിളിക്കുന്നേൽ, CMI, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശിവ് K. നായർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ തെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയമായ തണൽ കോംപ്ലക്സിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. 300 ഗ്രോ ബാഗുകളിലായി വിവിധയിനം പച്ചക്കറി വിത്തുകൾ നട്ടു. നടീൽ ഉദ്ഘാടനം മുൻ യുവജന ബോർഡ് എക്സ്പേർട്ട് കമ്മിറ്റി അംഗം KP പോൾ നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ 1698 പേർക്ക് കൂടി കോവിഡ്, 1686 പേർക്ക് സമ്പർക്ക രോഗബാധ. TPR 21.08%. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോ കഞ്ചാവുമായി സ്ത്രീയടക്കം 3 പേർ പിടിയിൽ. കുന്നംകുളം സ്വദേശികളായ സജീഷ്, ദീപു, രാജി എന്നിവരാണ് പിടിയിലായത്. ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. പാലക്കാട് കൊപ്പത്ത് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കൊപ്പം വളാഞ്ചേരി റോഡിൽ ടിപ്പർ ലോറി ബൈക്കിലിടിച്ചാണ് അപകടം. പുറ്റൂർ സ്വദേശി കൈപ്പറമ്പിൽ മുഹമ്മദ് ജാഷിർ ആണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ പാലക്കാട് കൊടിക്കുന്ന് അംഗൻവാടിയെ ആദരിച്ച് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ 723 പേർക്ക് കൂടി കോവിഡ്, 732 പേർക്ക് രോഗമുക്തി. TPR 12.5%. പാലക്കാട് ജില്ലയിൽ പലയിടത്തും നെല്ല് സംഭരണം വൈകുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരിച്ചില്ലെന്ന് പരാതി. മഴ തുടരുന്നതിനാൽ കർഷകർ ആശങ്കയിൽ. മലപ്പുറത്ത് കർഷകർക്ക് ഐക്യദാർഢ്യവുമായി MSF പ്രവർത്തകർ. ലഖിംപൂർ സംഭവത്തിൽ പ്രതിഷേധിച്ച് MSF പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. MSF ജില്ലാ ക്യാമ്പസ് വിംഗ് കൺവീനർ ഫർഹാൻ BM ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ഐക്യദാർഢ്യ സംഗമം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് MN മുജീബ് റഹ്മാൻ പരപ്പനങ്ങാടി സംഗമം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ആനക്കടവ് പാലത്തിന് സമീപം കടലുണ്ടിപ്പുഴയിൽ കാണാതായ 2 കുട്ടികളിൽ ഒരാൾ മരിച്ചു. പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കാണാതായ 2ാമത്തെ ആൾക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും. കോഴിക്കോട് സംയോജിത ശിശുവികസന പരിപാടിയായ ICDS പദ്ധതികളും സേവനങ്ങളും ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രദർശനം തുടങ്ങി. നല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന പ്രദർശനം ഫറോക്ക് നഗരസഭാധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. 46-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രദർശനം. കോഴിക്കോട് MBBS വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ താന സ്വദേശി റസീനെയാണ് വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുക്കം KMCT മെഡിക്കൽ കോളേജിലെ MBBS അവസാന വർഷ വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് കട്ടിപ്പാറയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ മധ്യവയസ്കന് ഗുരുതര പരുക്ക്. കൂരാച്ചുണ്ട് സ്വദേശി ജലീലിനാണ് പരുക്കേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജലീലും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഓട്ടോ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ മറിയുകയായിരുന്നു.
കണ്ണൂർ പെരുമ്പ യൂണിറ്റ് അംഗങ്ങൾക്കുള്ള പച്ചക്കറി കിറ്റ് വിതരണം ചെയ്ത ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന വിതരണോദ്ഘാടനം നിർവഹിച്ചു. വയനാട് ജില്ലയിൽ 337 പേർക്ക് കൂടി കോവിഡ്, 484 പേർക്ക് രോഗമുക്തി. TPR 13.38%. വയനാട് വരദൂർ PHCയിലേക്കുള്ള നിയമനങ്ങൾ താത്കാലികമായി നിർത്തിവെച്ചു. നിയമനങ്ങൾ അനധികൃതമാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. ഡ്രൈവർ, സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കുള്ള നിയമനങ്ങളാണ് നിർത്തിയത്. ലഖിംപൂർ സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് സ്വതന്ത്ര കർഷക സംഘം മൂളിയാർ പഞ്ചായത്ത് കമ്മിറ്റി വേവിക്കാനത്ത് പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പീലിക്കോട് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. സംഘർഷത്തെ തുടർന്ന് രമേശ് ചെന്നിത്തല പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടി റദ്ദാക്കി. സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടിയാണ് റദ്ദാക്കിയത്. എന്റർടൈൻമെന്റ് ന്യൂസ്. നിവിൻ പോളി നായകനായി എത്തുന്ന തമിഴ് സിനിമയുടെ ചിത്രീകരണം ധനുഷ്കോടിയിൽ തുടങ്ങി. പേരൻപ് എന്ന ചിത്രത്തിന് ശേഷം റാം സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. അഞ്ജലിയാണ് നായിക. യുവൻ ശങ്കർ രാജയാണ് സംഗീതം. നടൻ നരേന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുതിയ ചിത്രം അദൃശ്യത്തിന്റെ സോളോ പോസ്റ്റർ പുറത്തിറക്കി അണിയറ പ്രവർത്തകർ. ജോജു ജോർജ്, ഷറഫുദ്ദീൻ, പവിത്ര ലക്ഷ്മി, ആത്മീയ രാജൻ എന്നിവരാണ് മറ്റ് പ്രധാന വേഷത്തിലെത്തുന്നത്. മലയാളം, തമിഴ് ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത്. സുരേഷ് ഗോപി ചിത്രം കാവലിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 25-ന് തിയേറ്റർ റിലീസായി ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. നിതിൻ രഞ്ജി പണിക്കരാണ് സംവിധാനം. 11 വർഷത്തിനു ശേഷം രേവതി സംവിധായികയായി എത്തുന്നു. ബോളിവുഡ് താരം കജോളാണ് നായിക. ദി ലാസ്റ്റ് ഹുറേ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ലഖിംപൂർ സംഭവത്തിന് പിന്നാലെ വരുൺ ഗാന്ധി തന്റെ ട്വിറ്റർ അക്കൗണ്ടിലെ ബയോ തിരുത്തിയെന്ന് വ്യാജ പ്രചാരണം. ട്വിറ്റർ അക്കൗണ്ടിലെ ബയോയിൽ നിന്ന് BJP എന്നത് ഒഴിവാക്കിയെന്നാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ ഇതുവരെ വരുൺ ഗാന്ധി തന്റെ ട്വിറ്റർ അക്കൗണ്ടിലെ ബയോയിൽ BJP എന്ന് ചേർത്തിട്ടില്ല. ന്യൂസ് തുടങ്ങുക ഇനിയിപ്പോൾ കിട്ടിയത്. ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിൽ ഭൂചലനം 6.1 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. ചൈനയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം. മണ്ണിടിച്ചിലുണ്ടായത് ഷാങ്സി പ്രവിശ്യയിൽ. അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹം കണ്ടെടുത്തു. നേപ്പാൾ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റുമതി ചെയ്യാൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. കയറ്റുമതി ചെയ്യുക 10 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ. സിറിയയിലെ സൈനിക വിന്യാസം തുടരാൻ അമേരിക്ക. വാർത്ത പുറത്തുവിട്ടത് കുർദിഷ് രാഷ്ട്രീയ നേതാവ്. IS ആക്രമണങ്ങളിൽ നിന്ന് സിറിയയെ മോചിപ്പിക്കും വരെ അമേരിക്കൻ സൈന്യം സിറിയയിൽ തുടരും. IPL രാജസ്ഥാൻ 172 റൺസ് വിജയലക്ഷ്യം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുത്തു. ശുഭ്മാൻ ഗില്ലിന് അർദ്ധ സെഞ്ചുറി. ന്യൂസ് അവസാനിച്ചു. ഇനി